ആ ഇരി. ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? എഴുന്നേറ്റും. ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ എഴുന്നേറ്റും. അതിനാശിനെ നിനക്ക് മാത്രം പ്രത്യേകത? ബാക്കി എല്ലാവരും ഹോംവർക്ക് ചെയ്തല്ലോ. ഒരാൾ മാത്രമേ ചെയ്യാത്തേ ഉള്ളൂ. ആ എഴുന്നേറ്റു. റിൻസിക്ക് എന്നാ പറ്റിയേ? അമ്മാവൻ്റെ വീട്ടിൽ പോയോ? ഞാൻ പറഞ്ഞിട്ടാണോ അമ്മാവൻ്റെ വീട്ടിൽ പോയത്? ചെയ്യാത്ത എല്ലാവരും എഴുന്നേറ്റു. പോങ്ങട്ടെ. പയ്യെ ആ ബുക്കും പുസ്തകവും എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിക്കോ. ചോറ്റുപാത്രം എടുക്കാൻ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആ പോട്ടെ. ഓക്കെ, ആൻസറേ ഒരു 10 തവണ എഴുതി എന്നെ കാണിച്ചേച്ച് ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടോ. എന്നാൽ ബാക്കിയുള്ളൊരു പുസ്തകമൊക്കെ എടുത്തു നോക്കിയിരിക്കാതെ സമയം കളയണ്ട. ഗുഡ് മോർണിംഗ്. സിറ്റ്. ഹൗ ആർ യു ഓൾ? ഓക്കെ സിറ്റ്. ഓ ഇതിൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നതാ. ജസ്റ്റ് 15,000 ആയിട്ടുള്ളൂ. ഇഷ്ടമായോ നിമ്മിക്ക്? ഓ താങ്ക് യു. അപ്പോൾ ഇന്നലെ ഞാനൊരു പോയം പഠിപ്പിച്ചിട്ടില്ലായിരുന്നോ? നിങ്ങളതെല്ലാം ഒന്ന് റീഡ് ചെയ്യുമോ അവിടെ ഇരുന്നിട്ട്? ഓക്കെ, ഒരു 10 ടൈംസ് റീഡ് ചെയ്യുമോ? ഓക്കെ, ഇരിക്കെ. പഠിച്ചോ എല്ലാവരും? ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിട്ടില്ലേ? മറന്നുപോയോ? അനയ വന്നോ? അനയ വന്നില്ലല്ലേ? ഞാനെന്നാൽ ഇന്നൊന്ന് അനയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അനയുടെ അച്ഛൻ എന്തോ വയ്യായികയായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല, ഞാനൊന്ന് പോയി നോക്കാം. എന്നാ പിന്നെ ടെസ്റ്റ് ഇപ്പം ആദ്യം നടത്തണമെന്നോ ക്ലാസ് കഴിഞ്ഞിട്ട് മതി? ക്ലാസ് കഴിയാറാകുമ്പോൾ മതിയോ? എന്നാൽ ആദ്യം നടത്താം. പേപ്പർ എടുത്തോ. പഠിക്കാണ്ട് വന്നവരൊക്കെ ഉണ്ടോ? എന്നാ സുബിനെ 2 ദിവസം മുന്നേ പറഞ്ഞല്ലേ പഠിച്ചു വന്നോന്ന്? ഇന്ന് ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നാ പറ്റിയേ? ആണോ? മാത്സിനൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പഠിച്ചേച്ച് വേണ്ടേ പോകാൻ. ഇതൊക്കെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് ഇടുന്നത്. കുഴപ്പമില്ല, സുബിനെ എഴുത് എന്നിട്ട് നമുക്ക് നോക്കാം. കുഴപ്പമില്ല, ഇരുന്ന് എഴുതിക്കും. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ മക്കളെ, പുസ്തകമൊക്കെ എല്ലാവരും എടുത്ത് വെച്ചോ? പേപ്പർ എടുത്തോ എല്ലാവരും? ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതാം കേട്ടോ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. അപ്പം ഇന്നലെ നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് നടത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ ക്ലാസ് ടോപ്പറായ സുബിന് തന്നെയാണ് മാർക്ക് കൂടുതൽ, ഫുൾ മാർക്കുണ്ട്. അപ്പോൾ സുബിന് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് പേനയാണ് കേട്ടോ. അപ്പം സുബിനെ പോലെ എല്ലാവരും പഠിച്ചാൽ എവിടെയെങ്കിലും വല്ല നിലയിലെത്താം കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ എടുത്ത പോർഷൻസിൽ നാൻസിക്ക് എന്നാ ഡൗട്ട്? വല്ല അതിന് മനസ്സിലായെങ്കിലല്ലേ ഡൗട്ട് വരത്തുള്ളൂ. സുബിനോട് ഡീൻ്റർവലിന് സുബിനോട് ചോദിച്ചാൽ മതി, സുബിൻ പറഞ്ഞുതരും കേട്ടോ. പിന്നെ പ്രിൻസിപ്പൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും മിക്സ് ചെയ്തിരുത്താം, പഠിക്കുന്നവരെയും പഠിക്കാത്തവരെയും എല്ലാവരെയും കൂടെ. ഞാൻ സുബിനെ കൊണ്ട് ലാസ്റ്റ് ബെഞ്ചിൽ ഇരുത്താനാണ് ഇപ്പോൾ തീരുമാനം. സുബിനെ കൊണ്ട് ലാസ്റ്റ് ബെഞ്ചിൽ ഇരുത്തിയാൽ വല്ല കാര്യം നടക്കുമോ? ആ കൊച്ചു പഠിക്കുന്നതും കൂടി ഇല്ലാണ്ടാവും. 2 ദിവസത്തേക്ക് ഇരിക്കാമെന്ന് വെച്ച് ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞത്. അവിടെ ജോബിനും അമ്മലൊക്കെ എഴുന്നേറ്റേ. സുബിൻ അവിടെ പോയി ഇരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. ഇങ്ങോട്ട് വാ. നീയൊക്കെ മുന്നേ വന്നിരുന്നിട്ട് എന്നാ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇരുന്ന് ഇവിടെ ഇരിക്കും. ബാക്കി പോർഷൻ എടുക്കാം.